ടൈം ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റുകൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോ രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളവർക്ക് ഒരു കണ്ടന്റില്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. ഞാൻ ജസ്റ്റുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്യാം. കാരണം ഇത് കേൾക്കാതിന്റെ അപ്പുറം ഞാൻ കേട്ട് ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് വെക്കുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി. മനസ്സിലായോ? എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് കോളുകളുടെ ഈ ഒരു വോയിസ് ആയിട്ട് കുത്തിപ്പോകുന്നുണ്ട്. പലരും അത് ഇടുന്നുണ്ട്, പലരും എൻജോയ് ചെയ്യുന്നുണ്ട്. നേരത്തെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ലോകത്തില് ഞാൻ മാത്രമാണല്ലോ ഇനിയിപ്പം അങ്ങനെ ചെയ്താലും ചെയ്ത ഒരു പെണ്ണല്ലേ. ഓക്കെ, തെറ്റ്. ഞാനത് വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചു, അല്ലാത്തവരുടെ ഒക്കെ എടുത്ത് അവൾ ചാടുന്നത് ഇത് സത്യമാണോ? നിനക്കൊക്കെ എന്തിന്റെ കേടാണ്? നാണമാകുന്നില്ലേ കുത്തിപ്പൊക്കെ എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ? ഓക്കെ, ശരി, നിങ്ങളിങ്ങനെ സ്ഥാപിക്കുന്നവര് ഏതായാലും ഞാൻ എന്താ പറയാ, ദിവ്യമായിട്ടൊന്നും അങ്ങനെ ആവത്തില്ലല്ലോ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, അതിന്റെ ഉത്തരവാദിയെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം ചെയ്യും. അല്ല ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ പറയുന്നു, അങ്ങനെ ചെയ്യുന്നെന്ന് പറയുന്നു. ഞാൻ ഇതിനെ പറ്റി ഒന്ന് പ്രതികരിക്കാതിരിക്കുമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളിക്കാരി എങ്ങനെയാണ് ഇങ്ങനെ തിരിഞ്ഞെന്നും എനിക്കറിയില്ല. ഞാനൊരു കുറ്റം പറഞ്ഞായിട്ട് എങ്ങും കാണുന്നില്ല. പിന്നെ അവരെന്താണ് തിരിഞ്ഞെന്ന് എനിക്കറിയില്ല. ഇപ്പം അവരെൻ്റെ കൂട്ടുകാരിയല്ല. കാരണം എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ അവരെൻ്റെ കൂട്ടുകാരിയല്ല. സോ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നറിയാതെ വെറുതെ എന്നെ ഇട്ടി ക്രൂശിക്കുന്നവരോട് ഞാൻ പറയാം, എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ദിവ്യഗർഭം ഒന്നും ധരിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ഗർഭം സുധിച്ചേട്ടൻ വേറൊരു വോയിസ് സുധിച്ചേട്ടനുള്ളപ്പോൾ ഞാൻ ആരാണ്ട ഗർഭം ധരിച്ചു. നിനക്കൊക്കെ നാണമാകുന്നില്ല? നിന്റെയൊക്കെ വീട്ടിലെ കാര്യം അന്വേഷിക്കാനുള്ളത് ഈ രേണുസുതി എന്ത് കാണിക്കുന്നതെന്ന് നോക്കി നടക്കുന്ന ചെറ്റകളാണല്ലോ നിനക്ക്. നാണോ മാനമില്ലേ? ഹനാന്റെ വോയിസിനോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഇരിക്കുവാൻ. പക്ഷെ ഹനാൻ തന്നെ കൊണ്ടുവരട്ടെ ആ ഉത്തരവാദിയെ. ഒരു 22 വയസ്സുള്ള ചെറുക്കൻ എന്ന് പറഞ്ഞില്ലേ, ചെറുക്കനെ കൊണ്ടുവരട്ടെ.